ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ക്യാമറ ഇന്നലെ മുതൽ കംപ്ലൈൻ്റ് ആയി. അതുകൊണ്ട് വീടിനകത്തുള്ള വീഡിയോസൊന്നും ഇനിയും അധികം വരത്തില്ല. രണ്ടെണ്ണം കിടന്നുറങ്ങുന്നു, ഒരെണ്ണത്തിനെ കാണുന്നില്ല. എന്ത് ചെയ്യുന്നു നോക്കട്ടെ. കിടന്നില്ല, ശ്യാമളമ്മ കണ്ടില്ല. പിള്ളേർ കിടന്നുറങ്ങുന്നു. ഇനിയിപ്പോൾ എൻ്റെ വീഡിയോസ് ഇവിടെ നിന്ന് അധികം ഇല്ലായിരിക്കും. ക്യാമറ അടിച്ചു പോയാച്ച്. മയത്തിലൊക്കെ തേക്ക്. എന്തിനാ ഒത്തിരി എടുക്കുന്നേ? നല്ലോണം തേച്ചിട്ട് പൗഡർ. ആപ്പാടെ മുഖം ആപ്പടെ ഇച്ചിരി കാണത്തുള്ള. പോണേ വേണ്ട, മഴയില്ലല്ലോ. ഇല്ല, അത്രയും വലിയ മഴ. കോട്ടുണ്ട്, ഞാൻ എടുക്കത്തില്ലെന്നേ ഉള്ളൂ. ജയയുടെ ഇരുന്ന ക്യാമറ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാണിച്ചപ്പോഴാണ് നമ്മൾ പുതിയതായിട്ടൊരു മേടിച്ചത്. അപ്പോൾ അത് ഒരുവിധം കംപ്ലൈൻ്റ് ആകുന്ന ഒരു ലക്ഷണമൊക്കെ ഉണ്ടായിരുന്നു ഇതിന്. അന്നേരം ശരിക്കും പറഞ്ഞാൽ അത് 2 ക്യാമറ ഉണ്ടായിരുന്നു. ഒരെണ്ണത്തിന് ഇച്ചിരി ക്ലാരിറ്റി കുറവായിരുന്നു ഉള്ളായിരുന്നു, വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ആദ്യം അത് കംപ്ലൈൻ്റ് ആയി. അതിനൊരു കുഴപ്പമില്ലായിരുന്നു. അത് കംപ്ലൈൻ്റ് ആയെന്ന് വെച്ചാൽ അതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് കാണിച്ച് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ട് അത് ഇച്ചിരി പഴയ ക്യാമറയാണ്. അതിന് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒന്നും വരേണ്ട ആവശ്യമില്ലായിരുന്നു. അങ്ങനെ വന്നിട്ട് അതെന്തോ എററായി, അത് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി. ഇപ്പോൾ 2 ഓണാകും, പക്ഷെ 2 വർക്ക് ചെയ്യത്തില്ല. 2 കംപ്ലൈൻ്റ് ആയിട്ടിരിക്കും. ഇപ്പോൾ ഈ ഒരു ക്യാമറ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം വീട്ടിലെടുക്കണമെങ്കിൽ എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കണം. പെട്ടെന്ന് നടക്കുന്ന ലക്ഷണമില്ല. രാവിലെ മഴയാണോ? ഒരു വെയിൽ തെളിഞ്ഞൊക്കെ കണ്ടായിരുന്നു. മഴയുടെ ശബ്ദം. ഹെൽമെറ്റ് എടുക്കാൻ മറന്നു പോയത്. അപ്പോൾ പോയിട്ടുണ്ട്. ആറ്റി വെള്ളം കുറഞ്ഞു. ഹെൽമെറ്റ് എടുക്കാൻ മറന്നു, തിരിച്ചു പോയിരുന്നു. മിക്കവാറും വരുന്നതാണ്. ഇത്രയും നേരം തെളിഞ്ഞു നിൽക്കുകയാണ്. മഴ നടന്നു. കറക്റ്റ് വന്ന് കയറുകയും മഴ. ഞാൻ ഇന്നലെ ഒരു 300 ആഴ്ച ഉണ്ടായിരുന്നു.
രസമായിട്ടാണ് ഞങ്ങൾ 2 മിനിറ്റിലൂടെ എത്തി. അവിടെ നിന്ന് ഒരുമിച്ച് കണ്ടാണല്ലോ ഇറങ്ങുന്നത്. ഞാൻ കൈ പോയി കാണിച്ചത് കണ്ടില്ലല്ലേ? ഞങ്ങളുടെ ആ തൊട്ട് മുമ്പിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ തൊട്ട് മുമ്പിൽ ഉണ്ടായിരുന്നു. ഇത്രയും നേരം ഒരു കുഴപ്പമില്ലായിരുന്നു. വന്ന് കയറിയപ്പോഴേ മഴ. ഉച്ച കഴിഞ്ഞ് മഴ. ഉച്ച വരെ കുഴപ്പമില്ലായിരുന്നു. ഇവിടെ പൈപ്പ് ഇടുന്ന പരിപാടിയൊക്കെ ആയിരുന്നു. മണ്ണാണ്. മഴയാ, വീഡിയോ എടുക്കും നടക്കില്ല. ഉണ്ട് ഉണ്ട്. പാല് മേടിക്കണമായിരുന്നു. പാല് മേടിച്ച് ആറ്റി അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. മഴ പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇവിടെ മഴ കൂടുതലായിരുന്നു തോന്നി. ഞാനവിടെ ഉച്ച കഴിഞ്ഞ് മഴ ഉണ്ടായിരുന്നു. രാവിലെ വലിയ മഴയില്ലായിരുന്നു. പണിയുടെ സമയത്തൊന്നും ഞാൻ അങ്ങനെ വീഡിയോ എടുക്കത്തില്ല. പണി ചെയ്യുന്ന സമയത്തൊന്നും ഞാൻ അങ്ങനെ വീഡിയോ എടുക്കത്തില്ല. അല്ലെങ്കിൽ ഉച്ചയ്ക്കാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പരിപാടിയായിരിക്കും. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ നമ്മൾ പറയിപ്പിക്കുന്നത്. പണി ചെയ്യുക, വീഡിയോ എടുക്കും. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എടുക്കാമല്ലോ. ചെല്ലുമ്പോഴും വരുമ്പോഴും കുഴപ്പമില്ല. അതിനിടയ്ക്കൊക്കെ പിന്നെ ചിലപ്പോഴൊക്കെ നടക്കും. എന്നാലും സാധ്യത കുറവായെടുക്കാൻ. അപ്പം കുറേ ഗ്യാപ്പ് വരും. രാവിലെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിറങ്ങുന്ന എടുക്കുന്നു. ജയോട് ഞാൻ പറഞ്ഞു, ഇത് വേണം, ക്യാമറ വേണം ഇവിടെ വെച്ചേക്കാൻ പറഞ്ഞു. എനിക്കിപ്പോൾ കൊണ്ടുപോയിട്ട് വലിയ കാര്യമൊന്നും ഉള്ളതല്ല. പക്ഷേ വിട്ടുമഴിച്ച് എല്ലാം ഒന്ന് പെട്ടെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് ഈ വഴി റോഡിൽ കൂടെ പോകുമ്പോഴും വരുമ്പോഴുമൊക്കെ ചിലപ്പോൾ വഴിയിൽ എന്തെങ്കിലും കിട്ടിയാലോ എന്നും പറഞ്ഞിട്ടാണ് കൊണ്ടുപോകാൻ പറയുന്നത്. ഈ ക്യാമറ ഇപ്പം മേടിച്ച് ഇച്ചിരി ടൈറ്റായിട്ട് നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്നൊരു ക്യാമറ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും മേടിക്കാനും പറ്റത്തില്ല. ആ പാടൊരു അവസ്ഥയിലാണ്.
എന്നാൽ ക്യാമറ ഇല്ലാതെ പറ്റത്തും ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് നോക്കണം. ഈ ക്യാമറയുടെ ലോ ലൈറ്റിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത സാധനം ഇതിനകത്ത് സ്ക്രീനിൽ കാണാം. ഈ റോഡിപ്പോൾ എനിക്ക് അത്യാവശ്യം ഇരുട്ടായിട്ടാണ് കാണുന്നത്, പക്ഷെ സ്ക്രീനിൽ നോക്കുമ്പോൾ തെളിഞ്ഞായിരിക്കുന്നത്. ആരുമില്ല. വേണ്ട വേണ്ട പറഞ്ഞിട്ട് നിർത്തിയാൽ മതി. എൻ്റെ ക്യാമറ പോയത് കൊണ്ട് പകലത്തെ ഒരു സംഭവം ഇവിടുന്ന് എടുത്തിട്ടില്ല. ശാംഭവി അവധി ആയതുകൊണ്ട് പിന്നെ വീട്ടിൽ നല്ല അടക്കൊതുക്കും. എൻ്റെ കുഞ്ഞുങ്ങള് മിണ്ടാതിരുന്നോളൂ കുഞ്ഞുങ്ങള് അല്ലേ? എന്റെ മുടി വിട്. വിട്ടെ വിട്ടെ വിട്ടെ. അയ്യോ എത്ര ദിവസമായി ദേശമാവിനെ കണ്ടിട്ട്. എന്നാ ചിലപ്പോ വീട്ടിലായിരിക്കും, ചിലപ്പോ ഗൾഫിലായി. ശ്യാമളമ്മ എന്തേടി? ജച്ചാച്ചെടുത്ത് പോയി. എപ്പോ പോയി? ഇപ്പൊ ഇപ്പോഴല്ല, ഉച്ചക്ക് പോയി. ശ്യാമളമ്മ ഉച്ചക്കല്ല, ഒരു 10-11 മണിയൊക്കെ ആയപ്പം ശ്യാമളമ്മ പോയി. ജയച്ചാച്ചിക്ക് മരുന്നൊക്കെ മേടിച്ച് ഇരാറ്റുപേട്ടയിൽ പോയി ജയച്ചാച്ചിക്കുള്ള മരുന്ന് മേടിച്ചോണ്ട് വന്നല്ല മേടിച്ചോണ്ട് പൈകയ്ക്ക് പോയി. ഇരാറ്റുപേട്ട ഇപ്പം എന്തുവാ മഴയൊക്കെ കുറഞ്ഞോണ്ട് ബസ്സൊക്കെ. ഓ, ശ്യാമളമ്മ കാണുന്ന സീരിയലായിരിക്കും. പാവം എന്തെല്ലാം കണ്ട് ജീവിച്ചു പോട്ടെ. നീ നിന്റെ അപ്പനൊക്കെ കൂടി ഒരുപാട് അതിനൊന്നും പറയണ്ട. ആരാണ് നോക്കുക നാളെ കോട്ടയം ജില്ലയ്ക്ക് അവധി ഉണ്ടോന്ന്? ഇടുക്കി ജില്ലയ്ക്ക് ഉള്ളൂ. ഇടുക്കി ജില്ലയ്ക്ക് മാത്രമേ അവധി ഉള്ളൂ, കോട്ടയം ജില്ലയ്ക്കില്ല. പറയും, കുറച്ച് കഴിയുമ്പോൾ മിക്കവാറും പറയും. ശ്യാമളമ്മ പോയി. ഇല്ലില്ല, വിളക്ക് എടുത്തണ്ട. പറയട്ടെ, ഗൂഗിൾ പറയട്ടെ. പാട്ട് വിളക്കൊക്കെ എടുത്ത് കഴിഞ്ഞ പാട്ട് വെക്കാനേ.